ഇനി അവർ കളിയാക്കുവാനും പരിഹസിക്കുവാനുമായിട്ട് വായ് തുറക്കത്തില്ല. എന്ന് വെച്ചാൽ നിങ്ങളുടെ വായടപ്പിക്കാൻ വേണ്ടിയേ കളിയാക്കലും പരിഹാസവും കുത്തുവാക്കുമായിട്ട് അവർ വായ് തുറക്കത്തില്ല, അവിടെ കാണത്തുമില്ല. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം. അതെ, കഴിഞ്ഞ രാത്രി പ്രാർത്ഥനയുടെ ദിവസനിയിലായിരിക്കുമ്പോൾ ഒത്തിരി പേർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ മധ്യേ തന്നെ ഒരുപാട് കളിയാക്കലിൻ്റെതായ പരിഹാസത്തിൻ്റെതായ വാക്കുകൾ കേട്ട് മടുത്ത ചിലർ. അപ്പോൾ ആ വിഷയങ്ങളൊക്കെ പറയുന്നത് പാടാണ്. നിങ്ങളുടെ വിഷയങ്ങൾ തന്നെയാണ്. ചില നഷ്ടങ്ങൾ, ചില ഇല്ലായ്മകൾ, അത് തന്നെയാണ് പരിഹാസത്തിനും കണ്ണുനീരിനും നിരാശയ്ക്കും ഒക്കെ ഉള്ള കാരണം. വിടത്തില്ല കേട്ടോ. അയ്യോ, അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ വായടയ്ക്കുമെന്ന് മാത്രമല്ല, അവിടെ കാണത്തില്ല. അവരങ്ങനെ ഓടിയതുകൊണ്ട് മാത്രം കാര്യവുമില്ല, എനിക്കതറിയാം. അവർ കളിയാക്കിയതിനും പരിഹസിച്ചതിനും കുറ്റം പറഞ്ഞതിനും ഒക്കെ ഉള്ളൊരു കാരണം നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ. ഒരു നഷ്ടം, ഒരു ഇല്ലായ്മ, ഒരു കുറവ്. അതിനെ യേശു പരിഹരിക്കും. എത്ര പേർ വിശ്വാസത്തോടെ ഒരു ആമേൻ പറയും? നിൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് കളിയാക്കുവാനും പരിഹസിക്കുവാനും കുറ്റം പറയുവാനും ഇടയായ ആ ഇല്ലായ്മയെ, ആ നഷ്ടത്തെ യേശു നികത്തും. ഞാൻ പറയുന്നതല്ല, ബൈബിൾ പറയുന്നു. നിങ്ങൾ കേട്ട പ്രവചന ദൂതിനുള്ള തെളിവായി. നോക്കൂ, മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 39-40 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാനൊന്ന് വായിക്കാം. നിങ്ങളുടെ ആരാവാരവും കരച്ചിലും എന്തിന്? യേശു അകത്ത് കടന്നിട്ടാണ്. കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുന്നത്രേ എന്ന് അവരോട് പറഞ്ഞു. അവരോ അവനെ പരിഹസിച്ചു. അവനെല്ലാവരെയും പുറത്താക്കി. കുട്ടിയുടെ അപ്പനെയും അമ്മയും തന്നോട് കൂടെയുള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്ന ഇടത്ത് ചെന്നു. കുട്ടിയുടെ കൈ പിടിച്ചു. അടുത്ത വാക്യം, ബാല എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തോടെ തലീഥ കുമി എന്ന് അവളോട് പറഞ്ഞു. ബാല ഉടനെ എഴുന്നേറ്റ് നടന്നു. 12 വയസ്സുള്ള ഒരു പെൺകൊച്ചിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. 35 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. പള്ളിപ്രമാണി വളരെ പ്രതീക്ഷയോടെ യേശുവുമായിട്ട് പള്ളിപ്രമാണിയുടെ വീട്ടിലേക്ക് എത്തുവാനുള്ള കാരണം, പുള്ളിക്കാരൻ്റെ മകൾ, 12 വയസ്സുള്ള മകൾ ദീനം ബാധിച്ച് മരണതുല്യമായ അവസ്ഥയിലായിരിക്കുകയാണ്. പക്ഷേ യേശു എത്തുന്നതിന് മുമ്പേ കുട്ടി മരിച്ചു. അപ്പോൾ മരിച്ചപ്പോൾ അവിടെ കരയുവാൻ വേണ്ടി ഒരു ടീമുണ്ട്. സ്തോത്രം. ഈ കൂലിക്ക് സഹതപിക്കുന്ന, കൂലിക്ക് കരയുന്നവരുടെ കൂട്ടം. അയ്യോ, ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ഒരു സാധനം സഹതാപം. എന്തിനാന്നേ? ഇതുപോലെ ലോകത്തിൽ ദോഷം ചെയ്യുന്ന ഒരു സാധനം വേറെയില്ല. നിങ്ങളുടെ സഹതാപം ആർക്ക് വേണം? നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സഹതാപം നിങ്ങൾക്കെന്തിനെ? മനുഷ്യന് സഹതപിക്കുവാൻ മാത്രമേ കഴിയത്തുള്ളൂ. സഹതാപത്തിൻ്റെ അപ്പുറം വേറൊരു സാധനമുണ്ട്. അതാണ് പരിഹാസവും കുറ്റപ്പെടുത്തലും. കൂടെ ഇരുന്ന് കരയുന്നവൻ തന്നെ അപ്പുറത്ത് പോയിട്ട് പറയുന്ന, അല്ലേ സഹോദരി? പറയണ്ടല്ലോ. അയ്യോ, അതാ പൊന്നു പാസ്റ്ററെ. ഇല്ല, ഞാനങ്ങോട്ടൊന്നും പോകുന്നില്ല. അവിടെ ഒരു വലിയ നഷ്ടമാണ് വിഷയം. 12 വർഷം വളർത്തി വലുതാക്കിയൊരു പെൺകൊച്ച്. അന്നത്തെ കാലത്ത് 12 വർഷം വളർത്തി വലുതാക്കുമെന്ന് പറഞ്ഞാൽ ഇന്നൊരു 10-40 വയസ്സ് വരെ വളർത്തുന്നത് പോലെയാണ്. കാരണം അന്ന് ഇന്നത്തെ പോലെ മെഡിക്കൽ സൗകര്യങ്ങളൊന്നുമില്ല. ജനിക്കുന്നതിൽ കൂടുതൽ മരിച്ചു പോകുന്ന കാലമാണ്. ജനിച്ചാൽ തന്നെ വളരെ പാടാണ് ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടി. അങ്ങനെ കഷ്ടപ്പെട്ടു ഉദരത്തിലേക്ക് കൊന്നുകളയുമെന്ന് ശത്രു വാദിച്ച തലമുറയെ പൊരുത്തി വളർത്തി പാമ്പിനും കാക്കയ്ക്കും പരുന്തിനും കൊടുക്കാതെ കൊണ്ടു കടന്ന് ഒന്ന് വളർന്നു വന്നപ്പോൾ ഇപ്പോൾ അത് കൈവിട്ട് പോയി. സ്തോത്രം. തലമുറ അത് അവൻ്റെ വഴിക്കാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും പിടിപ്പെട്ട് ലോക വഴികളിൽ നടന്ന് അമ്മയെന്നില്ല, അപ്പനെന്നില്ല, എന്ത് പറയുന്നൊന്നില്ല, എന്ത് ചെയ്യുന്നൊന്നുമില്ല. നഷ്ടം. അതാ കളിയാക്കലിന് കാരണം, അല്ലേ? നിൻ്റെ മക്കളായിരിക്കുന്ന അവസ്ഥ മറ്റുള്ളവർക്ക് നിന്നെ കളിയാക്കുവാനും പരിഹസിക്കുവാനും കാരണമായിത്തീരുന്നു. അവരുടെ ജീവിതത്തിൽ വന്ന വീഴ്ചകൾ, അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന ചില പരാജയത്തിൻ്റെ അനുഭവങ്ങൾ, അവർ കടന്നു പോകുന്ന വഴികൾ നിങ്ങളെ പലരുടെയും മുമ്പിൽ തലകുനിപ്പിക്കുന്നു. മക്കളെക്കുറിച്ച്, മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവ വികാസങ്ങൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് കത്തുന്ന തീയാണ്. ആ തീ മുഖാന്തരം നിന്നയും പരിഹാസവും അനുഭവിച്ചായിരിക്കുന്ന നിങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ പ്രവചിച്ച് പറയട്ടെ, നഷ്ടപ്പെട്ടെന്ന് നീ കരുതുന്ന നിൻ്റെ തലമുറയെ എൻ്റെ യേശു തിരികെ തരും.
ആ മദ്യപാനക്കൂട്ടിൽ നിന്ന്, ആ പരാജയത്തിൽ നിന്ന്, ആ തകർച്ചയിൽ നിന്ന് എൻ്റെ മാതാവേ, നിൻ്റെ തലമുറയെ എൻ്റെ ദൈവം നിനക്ക് തിരികെ തരും. ഷേഖനെ അത് 12 24 36 48 ദൂത നാളെ അറിയിച്ചോളണം. ആമേൻ. സാക്ഷ്യം, എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നിൻ്റെ തലമുറയെ അവൻ പുറത്തു കൊണ്ടുവരും. അവർ വീണുപോയ സ്ഥാനത്ത് നിന്ന് എഴുന്നേൽപ്പിച്ചു. ഓ ഹ്രീതാബ ലാമ ഷേഖേനെ റാധൂറിയ ഷബല. പ്രാർത്ഥിച്ചു തുടങ്ങ്. ആമേൻ. കർത്താവ് തിരികെ തരും. ലോകം പറയുന്നത് പോലെയല്ല. ലോകം പറയും ഇനി കിട്ടത്തില്ല, ഇനി നടക്കത്തില്ല. നോ, അവിധത്തിലാണ് നഷ്ടം. ഭർത്താവ് പോയി, ചങ്കയെ കരളെ പൊന്നെ കപ്പലിൻ്റെ എന്നൊക്കെ പറഞ്ഞ് കൂടെ ഉണ്ടായിരുന്ന ഭർത്താവ് പോയി, ഭാര്യ പോയി, പ്രിയപ്പെട്ടവർ പോയി. അല്ലാത്തൊരവസ്ഥയാണ്. അവസ്ഥ വീണ്ടും സഹിക്കാം. അതിനെ തുടർന്നുള്ള കളിയാക്കൽ, നിന്ന അപമാനം, തലകുനിച്ച് മടുത്തു എന്ന് കേൾക്ക്. നിൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. യേശു നിൻ്റെ ഭവനത്തിൽ വന്നിട്ടുണ്ട്. ഓ, നിൻ്റെ ഭർത്താവിനെ അവൻ പെട്ടുപോയ സ്ഥാനത്ത് നിന്ന് തിരികെ തരുവാൻ എൻ്റെ യേശു നിൻ്റെ ഭവനത്തിനകത്ത് വന്നിട്ടുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങ്. കർത്താവ് നിൻ്റെ ഭർത്താവിനെ തിരികെ തരിക, നിൻ്റെ ഭാര്യയെ തിരികെ തരിക, തകർന്നു പോയ നിൻ്റെ കുടുംബ ജീവിതത്തെ എൻ്റെ യേശു തിരികെ തരിക. ഓ ഹ്രീ ബാബ ഷേഖേനെ. അവൾ രോഗം ബാധിച്ചു മരിച്ചു. മരിക്കത്തക്ക രോഗമായിട്ട് ചിലർ കിടപ്പുന്നുണ്ട്. അയ്യോ, ഒരാശ്വാസവാക്ക് പറയുമെന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ച് പലരെയും നോക്കിയിരിക്കും. വരുന്നവരെല്ലാം ഇതേ രോഗം ബാധിച്ച് ചത്തുപോയ ശങ്കരനെയും ഗോപാലനെയും തോമാച്ചനെയും സൂസമ്മയും മറിയമ്മയെ കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു നിവർത്തിയിൽ എന്തെങ്കിലും ഒരു കഷ്ടം വന്ന് ഈ സഹതാപ തൊഴിലാളികൾ ഒരു വല്ലാത്ത കഷ്ടമാണ്. ചിലതിനൊക്കെ കർത്താവ് ഓടിക്കാൻ പോകുക. അമ്മേൻ ഓടിച്ചിട്ട് നിന്നെ ആ മുറിക്കകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാൻ പോകുക. ആ കിടക്കയിലായിപ്പോയ, രോഗക്കിടക്കയിലായിപ്പോയ സഹോദരി സഹോദര, എൻ്റെ കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ പോകുക. റാഥൂറിയ ഷബല ഖമീദ ഖുമി. എഴുന്നേൽക്ക. ഓ, ആ കിടക്ക നിനക്കുള്ളതല്ല. അമ്മേൻ. എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്. റാധോബ ഷേഖനെ റാധൂറി. യേശുവിൻ നാമത്തിൽ. കിടക്കയിലായിപ്പോയ ചിലതിനൊക്കെ കർത്താവ് എഴുന്നേൽപ്പിക്കും. ഇനി ഒരിക്കലും എഴുന്നേൽക്കത്തില്ല. ഇനി അവൻ എഴുന്നേൽക്കത്തില്ല. അവൻ്റെ ജീവിതം പോയി, ആ ബിസിനസ് പോയി, തീർന്നു. അത് അങ്ങനെ തന്നെ അവസാനിച്ചു, ഒതുങ്ങി. ഇനി അവളുടെ ജീവിതത്തിൽ ഒരു നല്ലതുണ്ടാകത്തില്ല. അവളുടെ ജീവിതം അവസാനിച്ചു, അവൻ്റെ ജീവിതം അവസാനിച്ചു. യേശുവിൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ചിലതുണ്ട്. അവിടെ നിന്ന് സ്തോത്ര, നീ കട പൂട്ടി പോകുന്നത് കാണുവാൻ നോക്കിയിരിക്കുന്നവരുടെ മധ്യത്തിൽ എൻ്റെ കർത്താവ് ആ സ്ഥാപനത്തിന് ഒരു എഴുന്നേൽപ്പ് തരുവാൻ പോകുക. നിൻ്റെ ബിസിനസ്സിന് എൻ്റെ കർത്താവ് ഒരു എഴുന്നേൽപ്പ് തരുവാൻ പോകുക. ഒതുക്കിപ്പോയ അതേ സ്ഥാനത്തിന് ഒരു ഉദ്ധാരണം എൻ്റെ ദൈവം. ഓറി ധാഭാഷ്. നിൻ്റെ ആ ബിസിനസ്, നിൻ്റെ ആ സംരംഭത്തെ കർത്താവ് അനുഗ്രഹിക്കുക. ഇനി നിനക്ക് ജോലി കിട്ടത്തില്ല. അയ്യോ, അവരൊക്കെ തീരുമാനിച്ചു ജോലി കിട്ടത്തില്ല. എന്നിട്ടിരുന്ന് അങ്ങ് കരയുക. അയ്യോ പാവ, അയ്യോ അവൻ നല്ലവനായിരുന്നേ, അവൻ പാവമായിരുന്നേ. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരാശ്വാസം. പാവം നല്ലത് പറയണ്ടെന്ന് തിരിഞ്ഞാൽ പറയുന്നത് അങ്ങനത്തെ. ഇനി കിട്ടത്തില്ല എന്ന് ഇല്ല. നഷ്ടപ്പെട്ടവനായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അതിൻ്റെ ജോലി എൻ്റെ കർത്താവ് തിരികെ തരും. ആ രാജ്യത്ത്, ആ സ്ഥാപനത്തിൽ എൻ്റെ കർത്താവ് നിനക്ക് തൊഴിൽ തിരികെ തരും. നീ തൊഴിൽ നഷ്ടപ്പെട്ടവനായി മടങ്ങുവാൻ, നീ ഇല്ലാത്തവനായി തലകുനിച്ച് കൈനീട്ടി നിൽക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അവർക്ക് പല ആഗ്രഹങ്ങളും കാണും. അവൻ കരഞ്ഞിത്തിരി ആർമാദിക്കണമെന്ന്. കരച്ചിൽ തൊഴിലാളികളെ നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ദൈവം പുറത്താക്കി. അപ്പം നഷ്ടം, ആ നഷ്ടത്തെ കർത്താവ് നികത്തും. ഇല്ലായ്മ ഉണ്ടായിരുന്ന മകൾ പോയി, നഷ്ടം, മരണം. അമ്മേ, അവരിനി വാഹ തുറക്കത്തില്ല. പരിഹാസവും പരിപാടിയായിട്ട് നടക്കുന്ന ദൈവം പ്രവർത്തിക്കുമെന്ന് പറയുമ്പോൾ പിന്നെ നിൻ്റെ ദൈവം വേറെ ഇപ്പം നടന്നത് തന്നെ. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ചതിക്കപ്പെടരുതേ. ദുഷ്ടപിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രമാണ് നിങ്ങളുടെ വിശ്വാസത്തിന് മേൽ വെള്ളം കോരി ഒഴിച്ച് അതിനെ കെടുത്തിക്കളയുക. ആളിക്കത്തട്ടെ. ഏത് സാഹചര്യത്തിനും മധ്യത്തിനും വിളിച്ചു പറ, എൻ്റെ യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ലോകം മുഴുവൻ നിങ്ങളോട് പറയട്ടെ, നോ നടക്കത്തില്ല, ഇറ്റ്സ് ഇമ്പോസിബിൾ. പക്ഷെ ഞാൻ പറയും പോസിബിളാണ്. സ്തോത്രം. ഹൗ ടു പോസിബിൾ? ഇതിങ്ങനെ സാധ്യമായി തീരും. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഒരു കർഷക പെൺകുടി ബെത്ലഹേം ഗ്രാമത്തിലെ, അവളോട് ദൈവത്തിൻ്റെ ദൂതൻ വന്നിട്ട് പറയുകയാണ്, മറിയേ ഭയപ്പെടരുത്, ഞാൻ പറയാൻ പോകുന്ന കാര്യം നീ ശ്രദ്ധിച്ച് കേട്ടോ. നീ ഒരു മകനെ പ്രസവിക്കും. ചോദ്യം, ഹൗ ടു പോസിബിൾ? ഇങ്ങനെ സാധിക്കും? മാനുഷ്യമായിട്ട് ചിന്തിച്ചാൽ നോ,
സാധിക്കുവാൻ സാധ്യതകളുണ്ടോ? നോ. സാധിക്കുമോ? നോ. ദൂതൻ്റെ മറുപടി പരിശുദ്ധാത്മാവ് വരും. സ്തോത്രം. ആ പള്ളിപ്രമാണിയുടെ ഭവനത്തിനകത്ത് യേശു കടന്നുപോയതുപോലെ ഇന്ന് നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിൻ്റെ ഭവനത്തിലാകട്ടെ, നീ എവിടെ ആയിരുന്നാലും അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി വെളിപ്പെടും. ചില അസാധ്യങ്ങൾ സാധ്യമായി തീരും. അതുകൊണ്ട് വിശ്വാസത്തിന് വെള്ളം കോരി ഒഴിക്കുവാൻ ആരെയും അനുവദിക്കരുത്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. പരിഹസിക്കുവാനും കളിയാക്കുവാനും കുത്തുവാക്ക് പറയുവാനും മാത്രമായിട്ട് വായ് തുറന്നവരുടെ വായ്കളെ എൻ്റെ യേശു അടയ്ക്കും. അപ്പോൾ റെഡിയാണോ ആ സന്തോഷം അനുഭവിക്കുവാൻ? കോണ്ടാക്ട് ചെയ്തോ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുവാനും ഒപ്പം നിങ്ങളുടേത് മാത്രമായൊരു വിഷയത്തിന് വേണ്ടി പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഒരു ഉപവാസം ക്രമീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും അത് സാധ്യമാണ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം, ഉപവാസിക്കാം. ആ നിന്നേക്കെ അങ്ങ് മാറുന്നേ. പരിഹാസവും കുറ്റപ്പെടുത്തില്ല, അവരെയൊന്നും കാണത്തില്ല. കർത്താവ് ഓടിക്കും. നഷ്ടത്തേക്ക് കർത്താവ് നികത്തും. എല്ലാ ദിവസങ്ങളും രാവിലെ 7:30 8:30 ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര യേശുവിലൂടെ യേശുവെങ്കിലേക്കെന്നൊരു പ്രോഗ്രാം ലൈവ് വരുന്നുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്ത് ഭയങ്കര അനുഗ്രഹമായിരിക്കും കേട്ടോ. നിത്യത എന്ന മഹത് സൗഭാഗ്യത്തിലേക്കുള്ള നമ്മുടെ യാത്ര വൈകുന്നേരം 7:30 8:30 ഇടയ്ക്കുള്ള സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥന വചന ശുശ്രൂഷയും ഭയങ്കര ബ്ലെസ്സിങ് ആണ്. സിസ്റ്റർ വിജി ലീഡ് ചെയ്യുന്നു. ജോയിൻ ചെയ്ത് നോക്ക്. വെള്ളിയാഴ്ച ഞായറാഴ്ച സഭയുടെ മീറ്റിംഗ് ഉണ്ട് കേട്ടോ. 11:30 മണി മുതൽ വെള്ളിയാഴ്ച ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രാർത്ഥന വിഷയങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും. ഞായറാഴ്ച രാവിലെ സഭാരാധനയുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമുല ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് 10 മണി മുതൽ കടന്നു നോക്ക്. വ്യത്യസ്തമായൊരു അനുഭവമായിരിക്കും. ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് ഉണ്ട്. കാട്ടാക്കടയ്ക്ക് നെയ്യാറ്റിൻകരയ്ക്കും ഇടയ്ക്ക് തൂങ്ങാമ്പാറ നിന്ന് അമ്പലത്തിൻകാല പോകുന്ന വഴിക്ക് പുലിമുട്ടം എന്ന സ്ഥലത്ത് കുറ്റമ്പള്ളി കഴിഞ്ഞിട്ട് നമ്മളൊന്ന് തുടങ്ങിയിട്ടുണ്ട്. ആ ദേശത്തെ പിടിക്കുവാൻ, കർത്താവിന് വേണ്ടി ദേശത്തിലെ യൗവനക്കാരെ നേടുവാൻ, നിങ്ങൾ അവിധത്തിൽ വിടുതൽ പ്രാപിക്കുന്നവരായി തീരുവാൻ, ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനും പ്രാപിക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ നാമത്തിൽ കടന്നു വന്നു. എന്നാൽ കണ്ണടച്ച വിശ്വസ്ത കർത്താവ് നല്ല ദൈവം ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കുത്തുവാക്കുകളും പരിഹാസവാക്കുകളും നഷ്ടപ്പെടലുകളുടെയും ഇല്ലായ്മകളുടെയും മധ്യത്തിൽ അനുഭവിച്ച് തളർന്നും തകർന്നുമായിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവർ നഷ്ടങ്ങളെ നികത്തി പരിഹസിക്കുന്ന കളിയാക്കുന്നവരുടെ ജീവിതത്തിൽ നിന്ന് സ്വർഗ്ഗം ഓടിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഭവനത്തിനകത്തെ ഇല്ലായ്മകൾ മാറിപ്പോകട്ടെ, എല്ലാ ദാരിദ്ര്യങ്ങളും മാറിപ്പോകട്ടെ, സമൃദ്ധി വെളിപ്പെടട്ടെ, ഞെരുക്കം മാറട്ടെ. ഇവർ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ അവസ്ഥകളിൽ നിന്നും ഇവരെ അങ്ങ് പുറത്തു കൊണ്ടുവരണം. ഇവർ ചെയ്യുന്നതൊക്കെയും അങ്ങയുടെ നാമത്തിൽ സാധ്യമായി തീരട്ടെ. ഇവരുടെ രോഗങ്ങളെ സ്വർഗ്ഗം അങ്ങ് സൗഖ്യമാക്കണമേ. വലുതും ചെറുതുമായ എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ. രോഗാത്മാവ് വിട്ടുമാറട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ഭാവി, അവരുടെ മുൻപോട്ടുള്ള ജീവിതം അനുഗ്രഹമായി തീരട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. റീബാലാമ ഷേഖന് വിവാഹബന്ധങ്ങൾ നടക്കട്ടെ. യെസ്, ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭവനങ്ങളില്ലാത്തവർക്ക് ഭവനവും വസ്തുക്കളില്ലാത്തവർക്ക് വസ്തുക്കൾ നൽകി മാനിക്കണമേ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ കലഹങ്ങളും മാറിപ്പോകട്ടെ. അടിക്കടി ഉണ്ടാകുന്ന വഴക്കുകൾ മാറിപ്പോകട്ടെ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗമങ്ങ് സൗഖ്യമാക്കണം. എല്ലാ രോഗബന്ധനവും യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. വിദേശങ്ങളിൽ ജോലി സംബന്ധമായി ഭാരപ്പെട്ടായിരിക്കുന്നവർ വഴി തുറക്കണമേ. വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. വിസിറ്റിംഗ് വിസയിൽ കടന്നുപോയി ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ സ്വർഗ്ഗം പ്രവർത്തിക്കണം. എടുത്ത തീരുമാനങ്ങൾ ഉറച്ചു നിന്ന് വലുതും ശ്രേഷ്ഠകരമായത് പ്രാപിക്കുവാൻ ഇവരെ അങ്ങ് സഹായിക്കണം. ഇവരെന്നായിരിക്കുന്ന എല്ലാ അവസ്ഥകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യെസ്, യേശുവിൻ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർ ചെയ്യുന്നതൊക്കെ സാധ്യമായി തീരട്ടെ. ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്വദേശത്തും വിദേശത്തും ചെയ്യുന്ന ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്വർഗ്ഗം കൂടിയിരിക്കും. വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടും. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അനുഗ്രഹമാക്കി പരിപാലിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനപ്പോൾ നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും
ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.